ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. മുരാരി ബാബു അറസ്റ്റിൽ എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ അങ്ങനെ രണ്ടാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത്. രണ്ടാം പ്രതിയായ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് മണിക്കൂറുകളായി ചോദ്യം ചെയ്യുകയായിരുന്നു മുരാരി ബാബുവിനെ. അതിനുശേഷം ഇപ്പോൾ ഇതാ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് സ്വാഭാവികമായും എസ്ഐയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് സുധാകരൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് കടന്നിരിക്കുന്നു SIT. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ? തീർച്ചയായും ആര്യ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അറസ്റ്റിലേക്ക് കടന്നു കുറച്ച് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അത്ര കൂടുതൽ ചോദ്യം ചെയ്യൽ സമയം നീണ്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത്തവണ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനൊപ്പം തന്നെ ഇനി ഇവിടെ നിന്നും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഈ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുറച്ച് മുൻപ് തന്നെ ഈ മുരാരി ബാബുയുടെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം അന്വേഷണ സംഘം നൽകിയിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം അറസ്റ്റ് ഇത്തരത്തിൽ തന്നെയായിരുന്നു. അർദ്ധരാത്രി, അതായത് രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ അടുത്ത ദിവസം വരെ നീണ്ട അവസാനമായിരുന്നു അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ രാവിലെ മുതൽ, അതായത് SP ശശിധരൻ ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എല്ലാം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാവിധ വിവരങ്ങളും ഇത്തരത്തിൽ ഈ മുരാരി ബാബുവിന്റെ മൊഴിയിൽ നിന്നും രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഇന്ന് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്നും റിമാൻഡ് ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ എന്തായാലും ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അടുത്ത അറസ്റ്റ്, അതായത് സ്പോൺസറെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇപ്പോൾ നടപടി നേരിട്ട വ്യക്തിയും മുരാരി ബാബു തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുമ്പോഴും ആദ്യ അറസ്റ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നതും മുരാരി ബാബുവിന്റേത് തന്നെ, അല്ലേ സാരംഗ്? അത് തീർച്ചയായും ആര്യ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം അറസ്റ്റിലായി. തൊട്ടടുത്ത അറസ്റ്റ് ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ദേവസ്വം ബോർഡും ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള, കാരണം അന്വേഷണ സംഘത്തിന് ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ, അത് ഈ ഒരു ശബരിമല ക്ഷേത്രം പോലെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടക്കുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർക്ക് എന്ത് തന്നെയായാലും പങ്കുണ്ടാവും. കാരണം ഹൈക്കോടതിയുടെ അടക്കം നിരീക്ഷണമുള്ള ഒരു പ്രത്യേക ക്ഷേത്രമാണ്. മാത്രമല്ല ഈ ഒരു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കൃത്യമായി ദേവസ്വം ബോർഡും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അത് തുടക്കം തൊട്ട് തന്നെ ആരോപണം ഉയർന്നിരുന്നു. വിജിലൻസിന്റെ റിപ്പോർട്ടിലും അങ്ങനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണ്, അതായത് ഈ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരംഭിച്ച് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം, എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, ഇതിൽ ഏതൊക്കെ ഉന്നതർക്ക് പങ്കുണ്ട്, ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്, മുൻപ് അതായത് ഈ ഒരു വിഷയമല്ലാതെ മുൻപ് ഈ ഒരു ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളെല്ലാം ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അതിന്റെ ഭാഗമായി തുടക്കം എന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും. ഇനി റാന്നി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക്, അതിനുശേഷമായിരിക്കും മറ്റ് തലങ്ങളിലേക്ക് അന്വേഷണം പുരോഗമിക്കുക. ആര്യ, സാരംഗ്, നമുക്കറിയാം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരു വലിയ റാക്കറ്റ് ആകാം. സ്വാഭാവികമായും ഒരു വ്യക്തിക്കോ രണ്ടു വ്യക്തിക്കോ മാത്രം ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ തട്ടിപ്പ് എന്നുള്ളത്. അതിലിപ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണോ അതോ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളാണോ പങ്കാളികളായിട്ടുള്ളത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. പക്ഷേ ആ വലിയ ശൃംഖലയിലെ ഏറ്റവും ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കോടതി വ്യക്തമാക്കുന്നു. ആ കണ്ണിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മുരാരി ബാബു. അപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെയാകാം ഇനി ഒരുപക്ഷെ വമ്പൻ സ്രാവുകളിലേക്ക് SITക്ക് എത്താൻ സാധിക്കുക, അല്ലേ?
തീർച്ചയായും ഇതൊരു തുടക്കം എന്ന നിലയിൽ മാത്രമാണ് ഈ ഒരു അറസ്റ്റിനെ കാണാൻ കഴിയുള്ളൂ. കാരണം കൂടുതൽ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം അത് തുടക്കത്തിൽ തന്നെ തീർച്ചയായും ഉറപ്പായിരുന്നു. ഇതൊരു സ്പോൺസറെ മാത്രം വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി മാത്രം ഇങ്ങനെ ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുക എന്നത് പ്രായോഗികമല്ല. കാരണം അത്തരത്തിൽ നടക്കില്ല. കാരണം ഇവിടെ നിന്നും പോകാനടക്കമുള്ള അനുമതി അടക്കം നൽകേണ്ട ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കുകയുമില്ല. അതിലടക്കം ഈ ഒരു ചെമ്പാണെന്ന് കാണിച്ച് ഇത്തരത്തിലുള്ള ഈ ഒരു ചെമ്പാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇതിനൊരു അവസരമൊരുക്കി കൊടുത്ത മുരാരി ബാബു അടക്കമുള്ള ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത് കൂടുതൽ ഉന്നത തലങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഒരു മൊഴിയിൽ, ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നൽകിയ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. അന്ന് ചെമ്പായിരുന്നു എന്ന തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാണെന്ന് 2019 അതിന് മുൻപ് ഇത്തരത്തിൽ തിരിമറികൾ നടന്നിട്ടുണ്ടോ? കാരണം വലിയൊരു കാലഘട്ടമാണ് വിജയ് മല്യയുടെ സമയം, അതായത് 98-99 സമയത്ത് പൂശിയ സ്വർണം പിന്നീട് 2019 ആ ഒരു ബന്ധപ്പെട്ട കാലയളവിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ? ഘട്ടം ഘട്ടമായിട്ടാണോ ഇങ്ങനെ തിരിമറി നടന്നിട്ടുള്ളതോ? ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ? മാത്രമല്ല സ്മാർട്ട് ക്രിയേഷനിലടക്കം കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. കാരണം ആ ഒരു പങ്കജ് ഭണ്ഡാരി അടക്കം ഈ ഒരു വിജിലൻസ് ഓഫീസിൽ എത്തി നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ട്, ഈ ഉടമ അടക്കം. അപ്പോൾ ഇനി ഉദ്യോഗസ്ഥ തലത്തിലേക്കും ഈ സ്മാർട്ട് ക്രിയേഷന്റെ ഭാഗത്തേക്കും രണ്ട് തരത്തിലേക്കുള്ള അന്വേഷണം നീങ്ങാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ പല വ്യക്തികളും, അതായത് മുൻപ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ഒരു പുറമേ വരാത്ത പല പേരുകളിലും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു വലുപ്പം എത്രത്തോളമാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിർണായക ഘടകം എന്ന് പറയുന്നത് സാരംഗ്. അതായത് മുരാരി ബാബുവിന് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ മുരാരി ബാബു ആരുടെയെങ്കിലും നിർദ്ദേശമനുസരിച്ച് നടപടികൾ നീക്കിയ ഇത്തരത്തിൽ മെഹസറിൽ ചെമ്പെന്നെഴുതിയ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഡയറക്ട്ലി തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ആ തട്ടിപ്പിന്റെ പങ്കുപറ്റിയ ഒരു വ്യക്തി തന്നെയാണോ എന്നത്, ആ റോൾ എന്തായിരുന്നു എന്ന് കണ്ടെത്തുകയാണ് SITയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകം, അല്ലേ?